ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ കതക് തുറന്നപ്പോൾ ഒരു കാഴ്ചയാണ്. നമ്മുടെ ലൈൻ ബോട്ട് പോവുകയാണ്. ഇപ്പം ഇവിടുന്ന് നമ്മുടെ ബോട്ട് കെട്ടിന്ന് നമ്മൾ നേരെ ആൾക്കാരെ എടുത്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലാക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ പാലൊക്കെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മളെ പാലിൽ ചായ ഇടാനുള്ള പരിപാടിക്ക് തുടങ്ങാം. അപ്പോഴത്തേന് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു, ചായ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഞാൻ കുറച്ച് കടല വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഡലി മാവ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ദോശയാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കടല അതൊന്ന് കുക്കറിലോട്ടിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാൽ നമ്മുടെ പിള്ളേരുടെ ഗ്ലാസ്സിലോട്ട് മാറ്റി, രണ്ടുപേരുടെയും ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചായക്ക് ഞാനിവിടെ വെച്ചു. അപ്പോഴാണ് പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു വെട്ടത്തിൽ, ആ ഷെയ്ഡിൽ നമ്മുടെ വള്ളം പോകുന്നത് കണ്ടോ. അപ്പം ആ വള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. വലക്കാരാണ്, മീൻ പിടിക്കാൻ വരുന്നവരാണ് അവർ. അപ്പോൾ അവരിങ്ങനെ പോകുന്നത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കടല ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും ഒരു 2 പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചായ ഞാൻ അരിച്ച് ഗ്ലാസ്സിലോട്ടാക്കി കേട്ടോ. ഇവിടെ അങ്ങനെ ചൂട് ചായ വേണമെന്നൊന്നുമില്ല, അതിന് മാത്രം ഞാൻ നേരത്തെ ഇട്ട് വയ്ക്കും. അപ്പോൾ എണീക്കുമ്പോഴത്തേനും കുടിക്കാനായിട്ട് ആ ഒരു ചൂടിലിരുന്നോളൂ. അപ്പം അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മീൻ കറി റെഡിയാക്കാനായിട്ട് ഞാൻ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം മീനിനുള്ള അരപ്പ് ഞാൻ തേങ്ങ അരച്ചാണ് ഇന്ന് മീൻ കറി വയ്ക്കുന്നത്. നെയ്ച്ചാളയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പം തേങ്ങ അരച്ച് അരപ്പൊക്കെ എടുത്ത് ഞാൻ അതിനകത്ത് 2 തക്കാളി, 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കലക്കി എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് നമ്മുടെ മീൻ സെറ്റ് ഇളകിയിട്ടില്ല എന്നുള്ളത് ഞാൻ അറിയുന്നത്. നമ്മുടെ ഫ്രീസറിൽ നിന്ന് എടുത്തതാണല്ലോ, ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടെന്നേ ഉള്ളൂ. വെള്ളം വിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞിന് ടിഫിൻ ബോക്സ് സെറ്റാക്കാമെന്നും പറഞ്ഞ് ലഞ്ച് ബോക്സിനുള്ളത്, മൂത്താക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ കുഞ്ഞു ദോശ ഇച്ചിരി നെയ്യ് ഒഴിച്ച് റെഡിയാക്കി ടിഫിൻ ബോക്സിനകത്തോട്ടാക്കി. അതെല്ലാം റെഡിയായിട്ട് വന്നപ്പോഴത്തേനും ഇതിനിടയിൽ ഇളയാൾ എണീറ്റ് കേട്ടോ. ഇളയാൾ എണീറ്റ് അയാളെ ഒന്ന് സെറ്റാക്കി ഇരുത്തി. ആളിന്ന് നേരത്തെയാണ്, അപ്പം നേരത്തെ എണീറ്റുകൊണ്ട് ചെറിയൊരു ക്രാങ്കിനെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ അരപ്പ് തിളപ്പിക്കാൻ വെച്ചു. അരപ്പ് തിളച്ചപ്പോഴത്തേന് നമ്മുടെ മീൻ ഇട്ടു. ഞാൻ മുഴുവൻ മീനും ഇട്ടിട്ടില്ല, കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മീനൊക്കെ ഇട്ട് ഒരു കറി അങ്ങ് സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇളയാൾ ഇച്ചിരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കുള്ള ദോശ ചുടാനായിട്ട് അപ്പോൾ നമ്മുടെ കടല വേവിക്കാൻ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമുക്ക് ദോശ ചുടാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. ആ കടല എടുത്ത് കുറച്ച് കടല ഞാൻ മാറ്റി മിക്സിയിലോട്ട് ഇടും കേട്ടോ, ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഈ കറിയിലോട്ട് ഒഴിക്കുമ്പോഴത്തേന് നമ്മുടെ കറി ഇച്ചിരി കുറുകിയിരിക്കും. ഒരുപാട് വെള്ളം പോലെ കിടക്കില്ല, ഇച്ചിരി കുറുകിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടല ഞാൻ തണുക്കാനായിട്ട് മിക്സിക്കകത്ത് തന്നെ ഇട്ട് ഒരു 4 കുഞ്ഞു ദോശ ഞാൻ ഇളയാൾക്ക് വേണ്ടി ചുട്ട് സെറ്റാക്കുകയാണ്. അത് ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ച് ഇടത്തെ കൈ കൊണ്ട് മറിച്ചിടുന്ന പ്രഹസനമാണ് നിങ്ങൾ കാണുന്നത്. കുറച്ചൊന്ന് കരിഞ്ഞു പോയി, ചൂട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇടയാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പം പെട്ടെന്നൊരു 4 ദോശ ഉണ്ടാക്കി ഞാൻ കൊടുത്ത് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ കടുക് പൊട്ടിക്കണമല്ലോ, നമ്മുടെ മീൻ കറിക്ക് താളിക്കാനായിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് ഞാൻ മുളക് പൊടി ഇടും കേട്ടോ. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് നമ്മൾ മീൻ കറിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതേ അടുപ്പിൽ തന്നെ ഞാൻ ഒരു റെസിപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചീനി ഒരു അര കിലോ വരില്ല, കുറച്ച് ചീനി ഞാൻ ഉപ്പും വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് കുക്കറിൽ. അത് ഒരു സൈഡിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കടല മസാല ഇട്ട് റെഡിയാക്കി. അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അത് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അത് തണുപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ടിഫിൻ ബോക്സ് സെറ്റാക്കുകയാണ്. ഇന്ന് മൂത്താളില്ല, ഉണ്ട്. ആൾ എണീറ്റ് വന്നപ്പോൾ ലേറ്റായി. അപ്പം ഒരു ഉറക്കപ്പിച്ചിലാണ്.
അപ്പം ഇളയാൾ എൻ്റെ കൂടെ തന്നെ ആ കൗണ്ടർ ടോപ്പ് ഇരിപ്പുണ്ട്, എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ തരുകയാണ്, അമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ആളുടെ യൂണിഫോമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. യൂണിഫോമൊക്കെ സെറ്റാക്കി ആളെ ബാത്റൂമിലോട്ട് കയറ്റിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. ഇനി കറി നമ്മളിത് ചെറിയൊരു പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്നാക്സ് ബോക്സും. ഇന്നും ബിസ്ക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 4 ബിസ്ക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളവും നിറച്ച് നമ്മൾ ടിഫിൻ ലഞ്ച് ബാഗിനകത്താക്കി പാക്ക് ചെയ്ത് ഞാൻ തന്നെയാണ് വയ്ക്കുന്നത്. ഇന്നലെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് അയാൾ റെഡി ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്നലെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കേട്ടോ. വീഡിയോ എങ്ങനെ എടുക്കണം, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായാലും ബാക്ക്ഗ്രൗണ്ട് കുറേ ചെറിയ ഇതുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം വീഡിയോയ്ക്ക് താഴെ. അതാണ് നമുക്ക് ഇൻസ്പിറേഷനായിട്ട് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ലഞ്ച് ബാഗിനകത്താക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ്. അതായത് പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അവർ പോയി കഴിഞ്ഞിട്ട് തലേദിവസം ഞാൻ ഉണക്കാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്ന തുണിയാണ്, ഇന്നാണ് ഇടുന്നത്. അപ്പോൾ വെയിൽ കണ്ടപ്പം ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ റെസിപ്പി വീഡിയോ ചെയ്യുന്ന പറഞ്ഞില്ല, അതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ചെയ്തു അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനി വെച്ചിട്ടുള്ളതാണ്. അത് ഉടനെ ഞാൻ റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അതൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും എനിക്കിതൊരു കൗതുകം തന്നെയായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഒരു വീഡിയോ ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവരും എൻ്റെ പോരായ്മകളെല്ലാം കമൻറ്റിലൂടെയും നല്ലതും ചീത്തയും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.